അടിപൊളി സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജോ ജാസാനായിട്ട് അടിപൊളി മികച്ചൊരു സിനിമ. പക്ക ഇമോഷണലാണ്. ഇമോഷണൽ സെക്കൻഡ് ഹാഫ് ഒക്കെ കത്തിച്ച സിനിമ. അവർ ക്യാമിയോ തിയേറ്റർ ക്യാമിയോ എന്ന് വെച്ചാൽ ക്യാമിയോ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ. ആ സമയത്ത് നമ്മൾ ഇത്ര ഞെട്ടിപ്പോണ രീതിയിലുള്ള ക്യാമിയോ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവലാണോ? ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളി. ഒരു രക്ഷയില്ല സിനിമ ചെയ്തു. ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചൊരു ആവറേജിൽ പോകുന്നു. സെക്കൻഡ് ഹാഫ് കൊണ്ട് തീ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു. ഇത്ര മികച്ച സിനിമ, ഒരു മണ്ണിന്റെ മണമുള്ള സിനിമ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എമോഷൻസ് ഒക്കെ പക്കാടി കണക്ട് ആവുന്നുണ്ട്. ഇമോഷൻ ഉള്ള 2 പാർട്ടുണ്ട്. ആക്ഷൻ പക്ഷേ ടോമിയോ ഒരു പക്ക റോ വില്ലേജ് മൂവിയാണോ? പഴയ കാലഘട്ടത്തെ EMSന്റെ കാലഘട്ടത്തെ ആ ഒരു ക്യാമിയോ വന്നപ്പോ തിയേറ്റർ കത്തിച്ചോ? പൃഥ്വിരാജ് കിടിലായിട്ടുണ്ട്. ഫസ്റ്റ് ടോമിനേക്കാട്ട് എൻട്രി പൃഥ്വിരാജാണ് പൊളിച്ചടക്കിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അവസാനത്തെ ഒരു 1/2 മണിക്കൂർ ഫൈറ്റ് ആണ് ഫുൾ. അതിന്റെ ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ BGM ഒക്കെ കിട്ടില്ലാണോ? എല്ലാം മൊത്തത്തിൽ കത്തിച്ചിട്ടുണ്ട് പടം. അടിപൊളി മൂവിയായിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. ഒന്നും വേറെ നെഗറ്റീവ് ഇല്ല. ഇത് ഈ മൂവി കാണുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവും. കുറച്ച് കമ്മ്യൂണിസം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും സൂപ്പർ ആയിരുന്നു സിനിമ. അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ ഉണ്ട്. അത് ഞാനായിട്ട് പറഞ്ഞത് വെറുതെ എന്തിനാണ്. എന്നാലും ഒരു കിടിലൊരു അൺഎക്സ്പെക്ടഡ് എൻട്രി ആയിരുന്നു ആളുടേത്. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ പക്ക ഒരു ആക്ഷൻ മൂവിയാണോ? തിയേറ്ററിൽ ഒരു പഞ്ചൊക്കെ ആക്ഷൻ മൂവി എന്ന് മാത്രമല്ല, നമ്മുടെ പണ്ടത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് മൂവിയാണ്. നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എൻട്രി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വിചാരിക്കാത്ത ഒരാളാണ് അതിനകത്ത്. നമ്മളിങ്ങനെ അൺഎക്സ്പെക്ടഡ് ടൈമിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാൾ വരുമ്പോൾ അതൊരു വേറെ ലെവൽ മൂവി. ഇച്ചായൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറെ ലെവൽ മൂവിയാണ്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ റൊമാൻറ്റിക് ഹീറോ, കുറച്ച് റൊമാൻസ് ഒക്കെ അടിച്ചിങ്ങനെ നമ്മളൊരു വേറൊരു അതായത്. പിന്നെ ഇതൊരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ഭാഗമായിട്ട്, പിന്നെ ഒരു ആസ് എ കമ്മ്യൂണിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ ഒരു ഗൂസ് ബംസും അതോടൊപ്പം ചോര തിളക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. അടിപൊളി സിനിമ, എല്ലാവരും കാണണം. നമ്മൾ ഇതിനായിട്ടും കാണാത്തൊരു ടോവിനാണ്. കാരണം അതാ ഞാൻ പറഞ്ഞത്, റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇപ്പൊ ചോക്ലേറ്റ് ബോയ് മാറി ഇപ്പൊ ഒരു എന്താ പറയാ അടിക്കാനും എല്ലാത്തിനും ഒരു അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. സിനിമ അടിപൊളി, നന്നായിട്ടുണ്ട്. എന്ത് പറയാനായിട്ട്, ടോവിനോ അടിപൊളി. പിന്നെ നമ്മുടെ പൃഥ്വിരാജൊക്കെ ഒരു നെഗറ്റീവ് റോളിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതിന്റെ പാർട്ട് 2 വരുമെന്നൊരു ചെറിയ പ്രതീക്ഷയാണ്. ആണ്. എന്നാലും ടോവിനോയുടെ ഏറ്റവും നല്ല മൂവികളിൽ ഇതും കൂടെ ജോയിന്റ് ആവും. നന്നായിട്ടുണ്ട്. എന്ന് പറയുന്ന ഏറ്റവും സൂപ്പറാ. നന്നായിട്ടുണ്ട്. പക്ക ഒരു ആക്ഷൻ മൂവിയാണോ? ഫൈറ്റിന് പ്രാധാന്യമുണ്ട് സിനിമ. സർപ്രൈസ് ക്യാമിയോ ഉള്ളായിരുന്നു. സർപ്രൈസ് ക്യാമിയോ പറയുന്നില്ല, അത് കണ്ട് നല്ല ക്യാമിയോ ആയിരുന്നു. ഒരു പാർട്ട് 2 വേണ്ടിയുള്ള ഒരു ഇതുപോലെ ആണ് നിർത്തിയിരിക്കുന്നത് പടം. പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടർ, ബാബുരാജ് എല്ലാം കൊള്ളായിരുന്നു മൊത്തത്തിൽ. പിന്നെ കുറെ മാർഷൽ ആർട്സ് പോലത്തെ കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പടത്തിൽ പക്ക ഒരു ആക്ഷൻ മൂവിയാണ്. പക്ക ഒരു റോ വില്ലേജിലുള്ള ഒരു മല്ലന്റെ കഥയാണ്.